വിചാരിക്കുന്നു ഞാനിവിടെ പോകുന്നില്ലേ? Where am I going? I am traveling to Kerala, Calicut. അപ്പം ഇന്നാണ് പോകേണ്ടത്. ടൈം ഇപ്പോൾ ഓൾമോസ്റ്റ് 1 ആൻഡ് ഇൻ മേ ബി 8 hours ഞാൻ ഇവിടുന്ന് ഇറങ്ങും. 7 to 8 hours. എന്നിട്ട് ഡയറക്റ്റ് നമ്മൾ നാട്ടിലേക്ക് പോവാണ്. അപ്പം ഞാൻ കുറച്ച് എക്സൈറ്റഡ് ആണ്, കാരണം ഈ ഒരു ട്രാവൽ കുറച്ച് സ്പെഷ്യലാണ്. അതിൻ്റെ റീസൺ ഞാൻ പിന്നെ പറഞ്ഞുതരാം. ഓൾസോ പെട്ടി പാക്കിംഗ് ആണ്. അപ്പോൾ ഐ തോട്ട് ഐ വ്ളോഗ് ദിസ് വ്ളോഗ് ഈസ് ഗോയിങ് ടു ബി എ ട്രാവൽ വ്ളോഗ്. നമ്മൾ ഇപ്പം മുതലുള്ള പാക്കിംഗ് ടു എയർപോർട്ട്, നാട്ടിൽ ഒരു മീറ്റ് ചെയ്യുന്ന വരെയുള്ളൊരു ജേർണി ഐ ഷോ യു. അപ്പം ഞാൻ പെട്ടി പാക്ക് ചെയ്തിട്ടില്ല, ഇതുവരെയായിട്ട് ഒരു സാധനം എടുത്ത് വെച്ചിട്ടില്ല. മടിയൊന്നും ആയിട്ടല്ല, ഇന്നലെ ഒന്നും ഒരു മൂടില്ലായിരുന്നു, ഒരു വിഷമം. ബട്ട് ഇറ്റ്സ് ഓക്കെ. അപ്പം നമുക്ക് ഇന്ന് പാക്ക് ചെയ്യാം. ഒന്നുമില്ല, ഈ ഒരു വലിയൊരു പെട്ടിയും പിന്നെ ഇതൊരു ബാക്ക് അതിനും എടുക്കുന്നുള്ളൂ. ഇതിലേക്ക് ഡ്രസ്സും എൻ്റെ ഇമ്പോർട്ടൻറ്റ് സാധനങ്ങൾ ഇതിലിടും. എൻ്റെ ബാക്ക് ബാഗിൽ പാസ്പോർട്ട്, ആവശ്യമുള്ള കുറച്ച് സ്നാക്സ്, അങ്ങനെ കുറച്ച് സാധനങ്ങൾ, ഫോൺ, ഇതൊക്കെ അതിലിടും. വേറെ ഒന്നുമില്ല. കം ലെറ്റ്സ് ജംപ് ഇൻടു ദിസ്. ഞാനങ്ങനെ ലാസ്റ്റ് മിനിറ്റ് പാക്ക് ചെയ്യുന്ന ഒരാളെ അല്ല. വളരെ ടൈം എടുത്ത് കുറച്ച് ദിവസം മുന്നേ എല്ലാം എനിക്ക് കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ എന്താണെന്നൊക്കെ പ്രിപ്പയർ ചെയ്ത് അതൊക്കെ നോട്ട് ചെയ്തിട്ട് അതിനനുസരിച്ച് പതുക്കെ പാക്ക് ചെയ്യുന്നത്. കാരണം ഒരു ലാസ്റ്റ് മിനിറ്റ് റഷ് എനിക്ക് ഒട്ടും ഇഷ്ടമല്ല. എപ്പോഴും അത് ചെയ്യുന്ന സമയത്ത് പല കാര്യങ്ങളും മറന്നു നമ്മൾ. അതുകൊണ്ട് എപ്പോഴും പ്രിപ്പയർ ചെയ്തിട്ട് എല്ലാം ചെയ്യാറുള്ളൂ. അപ്പോൾ ദിസ് ഈസ് ദ ഫസ്റ്റ് ടൈം ഞാൻ തലേന്നും അല്ല, ഞാൻ അന്ന് രാത്രിയാണ് പോകുന്നത്. അപ്പോൾ ആദ്യമായിട്ടാണ് അങ്ങനെ പാക്ക് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് കുറച്ച് ഒരു ഹറിബറി ആയിരുന്നു. ഞാൻ എന്തെടുക്കണ്ട എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. പിന്നെ ഓവർ വെയ്റ്റ് ആക്കുന്നില്ല എന്നുള്ളൊരു പ്ലാൻ ആദ്യം ഉണ്ടായിരുന്നു. കുറച്ച് അത്യാവശ്യമുള്ള സാധനങ്ങൾ മാത്രം കൊണ്ടുപോയാൽ മതിയെന്ന്. അങ്ങനെ ഒരു നീണ്ട യുദ്ധത്തിന് ശേഷം കണ്ടില്ലേ, പെട്ടി ഞാൻ എന്തെല്ലോ ആക്കിയിട്ട് വെച്ചിട്ടുണ്ട്. ഓൾമോസ്റ്റ് ഡണ്ണാണ്. ഒരു ഫൈനൽ ടച്ച് കൂടി വേണം. പിന്നെ ഇതാ ആ കാണുന്ന ബാഗാണ് ഞാൻ വേറെ എടുക്കുന്നത്. ഇനി ഞാൻ നിങ്ങൾക്ക് വേറൊരു സാധനം കാണിച്ചു തരാം. അത് ചെയ്ത് കഴിഞ്ഞപ്പം ഞാൻ ഭയങ്കര എന്തോ പുളകിതയായി. എനിക്ക് ഭയങ്കര സന്തോഷമായി, ഭയങ്കര പ്രൗഡ്, എന്തൊക്കെ ഒന്ന് പണികൾ ചെയ്ത പോലെ, പ്രൊഡക്റ്റീവായ പോലെ. അത് ചോയി ഇതൊക്കെ എന്താണെന്നറിയോ? ഇതൊക്കെ ഞാൻ പോകുന്നത് കൊണ്ട് എൻ്റെ ഹസ്ബൻഡിന് ഒരു 10 ദിവസത്തേക്ക് ഞാൻ മീൽ പ്രപ്പ് ചെയ്തതാണ്. ഞാൻ ലൈഫിൽ ആദ്യമായിട്ടാണ് മീൽ പ്രപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ കാണിച്ചത് ഞാൻ എന്തൊക്കെ ഉണ്ടാക്കിയത്. ഇത് മീൻകറി, കാണാൻ വലിയ ലുക്കൊന്നും ഇല്ലെങ്കിലും ടേസ്റ്റ് ഉണ്ട്. പിന്നെ അത് ഞാൻ ഫിഷ് മാരിനേറ്റ് ചെയ്ത് വെച്ചത്. ഇത് ക്യാരറ്റ് ഉപ്പേരി. ഇത് ഞങ്ങൾക്ക് രാത്രി കഴിക്കാനുള്ള ബിരിയാണി. ഇതിൻ്റെ ഇടയിൽ ഞാൻ ബിരിയാണി ഉണ്ടാക്കി. ഞാനൊരു സംഭവമല്ല. പിന്നെ ദിസ് ഇസ് പംകിൻ, കുമ്പളങ്ങക്കറി. പിന്നെ ഇത് മോരുകറി. ഇത് കുറച്ച് ചെറുപയറുപ്പേരി. പിന്നെ ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് കുറച്ച് ഉപ്പുമാവ്. ഇത്രയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. പെട്ടെന്ന് പോകുമ്പം എല്ലാം കൂടി മാനേജ് ചെയ്യാൻ ഒരു ഇതായിരിക്കും. അപ്പം കുറച്ച് ചെയ്ത് വെച്ചാൽ ഉച്ചക്കത്തെ ലഞ്ചാണ് ഇപ്പോൾ ഞാൻ ഓൾമോസ്റ്റ് ചെയ്തത്. ബ്രേക്ക്ഫാസ്റ്റ് എന്തെങ്കിലും തട്ടിക്കൂട്ടി ഉണ്ടാക്കും. ഡിന്നർ കൂടുതലും ചിക്കൻ, സാലഡ് അങ്ങനെ എന്തെങ്കിലും വയ്ക്കും. അപ്പോൾ അതും വലിയ കുഴപ്പമില്ല. അപ്പം ഇത് ചെയ്ത് കഴിയുമ്പോൾ റിസൾട്ട് കണ്ടപ്പോൾ ഭയങ്കര സുഖം. മീൽ പ്രപ്പ് ശരിക്കും ഒരുപാട് പേര് ചെയ്യുന്നുണ്ട്, പക്ഷെ അത് എത്രത്തോളം ഹെൽത്തി ഒരു ഓപ്ഷനാണെന്ന് എനിക്കറിയില്ല. കാരണം നമ്മൾ ഫ്രിഡ്ജിലല്ലേ സ്റ്റോർ ചെയ്യുക. അപ്പോൾ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത ഫുഡ് അധികം കഴിക്കരുത് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പോൾ എപ്പോഴെങ്കിലും നമുക്ക് ഇങ്ങനെ അർജൻസി വരുമ്പോൾ ചെയ്യാം. അപ്പം ഞാനിതൊക്കെ തട്ടിക്കുട്ടി പെട്ടിയിലാക്കിയിട്ട് അകത്താക്കട്ടെ, ഐ മീൻ ഫ്രിഡ്ജിൻ്റെ അകത്താക്കട്ടെ. അങ്ങനെ പോകാനുള്ള ടൈമൊക്കെ പെട്ടെന്നായിട്ടോ. അപ്പോഴേക്കും ഞാൻ ഫുഡ് കഴിച്ചിറങ്ങാൻ വിചാരിച്ച്. ഇപ്പം ഞാൻ കഴിക്കുന്നത് ബ്രെഡും പിന്നെ ബിരിയാണിയുമാണ്. ആരും ട്രൈ ചെയ്യണമെന്നില്ല. ഞാനിങ്ങനെ ചിലപ്പം വിയേർഡ് കോമ്പിനേഷൻസ് കഴിച്ചു നോക്കും. പക്ഷെ കുഴപ്പമില്ലായിരുന്നു. ഫുഡൊക്കെ കഴിക്കുമ്പം എൻ്റെ ഫ്രണ്ട്സൊക്കെ വന്നു ചില്ലായിട്ട് യാത്ര അയക്കാൻ, കൂട്ടത്തിൽ കളിയാക്കാനും കൂടി.
അവർ വരുമെന്ന് എനിക്കൊരു ഉറപ്പുമില്ലായിരുന്നു. കാരണം പിറ്റേന്ന് ഓഫീസുണ്ട്. അപ്പം എല്ലാവരും ഓഫീസുള്ള ദിവസങ്ങളിൽ നേരത്തെ കിടന്നുറങ്ങുന്നവരാണ്. അപ്പം ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു വരുമോ അല്ലേന്ന്. ബട്ട് വന്നത് വളരെ നന്നായി. കാരണം ഞാൻ ഭയങ്കര മൂഡ് ആദ്യം പോയി കിടക്കുകയാണ്. അതിങ്ങനെ താന്ന് ഇങ്ങനെ ബാറ്ററി ലോ ആയി വരുന്ന സമയത്തായിരുന്നു ഒരു വന്നത്. അപ്പോൾ ഒരു ഓണായി. അപ്പോൾ എനിക്ക് തോന്നി സത്യം പറഞ്ഞാൽ നമ്മളെല്ലാവരും ഒന്ന് പുറത്ത് പോവാണ്, അതിന് വേണ്ടിയിട്ട് വന്നതാണ് അവരൊക്കെ. അങ്ങനെ ഒരു വൈബ് എനിക്ക് കിട്ടി. പിന്നെ എന്തെങ്കിലും തമാശയൊക്കെ നമ്മളെ വിഷമിച്ച് പറഞ്ഞേൽപ്പിക്കാൻ അവർ നോക്കില്ലല്ലോ. അപ്പോൾ ഒരു സുഖമായിരുന്നു അത്. ഓൾമോസ്റ്റ് റെഡി. ഫൈനൽ ടച്ചപ്പ് കൂടി ഉണ്ട്. പിന്നെ പാക്കിംഗ് ഒക്കെ ഓൾമോസ്റ്റ് കഴിഞ്ഞു. ജസ്റ്റ് ഫൈനൽ ടച്ച്. ഒരു 1 hour നമ്മൾ ഇറങ്ങും. ദാറ്റ്സ് മൈ ഡ്രസ്. ഷോളൊന്നിനി സെറ്റാക്കിയിടണം. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ലഗേജ് ഒന്നേ എടുക്കുന്നുള്ളൂ, ഒരു പെട്ടിയേ ഉള്ളൂ. ആ ഒരു പെട്ടി ആരെടുക്കണം എന്നുള്ള ഫൈറ്റാണ് അവിടെ നടന്നുകൊടുക്കുന്നത്. പിന്നെ ഞാൻ ഓവർ വെയിറ്റ് ആക്കണ്ടല്ലോ വിചാരിച്ച് മാത്രമാണ് അധികം ലഗേജും സാധനങ്ങളൊന്നും ഒക്കെ ആക്കിക്കൊണ്ട് പോകുന്നത്. എനിക്ക് വെയിറ്റ് എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ളതുകൊണ്ട്. പിന്നെ നമ്മളങ്ങനെ പതുക്കെ വീട്ടിൽ നിന്ന് ഇറങ്ങി. കുറച്ച് നേരത്തെ തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങി. പുതിയാപ്പിള ഇറങ്ങണ പോലെ, പുതിയെണ്ണ ഇറങ്ങണ പോലെ കരഞ്ഞ്. ബായ്. ബാക്കിലേതാ അലവലാതി? പോകുന്ന വഴിക്ക് ആ ഒരു സ്ഥലത്ത് മാത്രം ചെറിയൊരു ലാഗ് ഉണ്ടായിരുന്നു. പക്ഷേ നമ്മൾ കറക്റ്റ് ടൈമിന് തന്നെ നമ്മൾ എയർപോർട്ടിൽ എത്തിയതിന് ശേഷമാണ് വീണ്ടും എൻ്റെ ഫ്ലൈറ്റ് ഡിലേ ആയിട്ട് വീണ്ടും 1.25 മണിക്കൂർ എനിക്ക് ഇനിയും എക്സ്ട്രാ ഉണ്ട്. അപ്പോൾ ഓൾറെഡി നേരത്തെ എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഇനിയും ഒരുപാട് ടൈമുണ്ട് അവിടെ കളയാൻ. അപ്പം ഓൾമോസ്റ്റ് ഒരു 3.5 മണിക്കൂറൊക്കെ എന്തായാലും ഉണ്ട്. അപ്പം ഞങ്ങൾ ബോർഡിംഗ് പാസ് എടുത്തിട്ട് ഞാൻ അവരുടെ കൂടെ തന്നെ ബോർഡിംഗ് പാസ് എടുത്തു. ഫ്ലൈറ്റ് ഒരു 1.5 മണിക്കൂർ ഡിലേ ആണ്. വിച്ച് മീൻസ് എൻ്റെ ഫ്ലൈറ്റ് 1 o'clock അപ്പം ഇപ്പോൾ ഡിലേ ആയിട്ട് ഇപ്പം 2:15 ഫ്ലൈറ്റ്. അപ്പോൾ ഇപ്പോൾ കുറേ ഫ്രീ ടൈം ഉണ്ട്. എത്ര മണിയായി ടൈം? എന്നെ ട്രോളാൻ ഇവിടെ ഒരുപാട് പേരുണ്ട്. 10:30 ആയിട്ടുള്ളൂ. അപ്പോൾ നമുക്കിനി എത്ര ഉണ്ട് ടൈം? 1:30, 12:30, 1:30, 3.25 മണിക്കൂർ വെറുതെ അല്ലേ ഇരിക്കണേ. അപ്പം എന്നെ വ്ളോഗ് ചെയ്യുന്ന വേറൊരു വ്ളോഗറാണത്. ഇപ്പം നമ്മൾ ഫുഡ് കഴിക്കാൻ കയറിയതാ. വലിയ സെലിബ്രിറ്റീസ് എന്നിട്ട് ഫുഡ് കഴിക്കാൻ കയറി. എനിക്ക് ഫുഡൊന്നും വേണ്ട, ഞാൻ നല്ലപോലെ ബിരിയാണി വെട്ടി വെച്ചിട്ടുണ്ട്. ഇവർക്ക് ഫുഡ് കഴിക്കട്ടെ. നമ്മളെന്താ ഓർഡർ ചെയ്തേ? അൽബേക്കിലാണ് എന്തോന്ന് ഓർഡർ ചെയ്തത്. ഞാൻ കഴിക്കുന്നില്ല കേട്ടോ, എൻ്റെ വയർ ഫുള്ളാണ്. ഒരിക്കൽ വിശക്കുന്നുണ്ട്, അപ്പം ഓലെല്ലാവരും കഴിക്കും. സത്യം പറഞ്ഞാൽ എനിക്ക് ഒട്ടും വിശക്കുന്നില്ല, എൻ്റെ വയറ് ഭയങ്കര ഫുള്ളായിരുന്നു. ബട്ട് ആ ഒരു ഇത് കണ്ടില്ലേ, പൊട്ടാറ്റോ ചിപ്സാണ്, പക്ഷെ അത് കുറച്ച് തിക്കായിട്ട് ഒരു പൂള പൊരിച്ചതുപോലെയൊക്കെ തോന്നി എനിക്ക് എവിടെയൊക്കെ ടെക്സ്ചർ. പിന്നെ കുറച്ച് സോൾട്ടിയൊക്കെ ആയിരുന്നു. അപ്പോൾ അതൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയിട്ട് ഞാൻ അത് കുറച്ച് കഴിച്ചു. ഫുഡിലേക്ക് അങ്ങനെ കഴിയിട്ട് പോയില്ലെങ്കിലും അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എൻ്റെ ഇമിഗ്രേഷൻ എല്ലാവർക്കും കഴിഞ്ഞു. ഞാനിപ്പോൾ ലോഞ്ചിലിരിക്കുക. എൻ്റെ ഫ്ലൈറ്റ് ഡിലേ ആയല്ലോ. അപ്പം ഇപ്പോൾ ഓൾമോസ്റ്റ് ഇനി 2 hours ഒക്കെ ഉണ്ട്. അപ്പം ചില്ല് ചെയ്തിരിക്കാം. കുറച്ച് നേരം ഇവിടെ ഇരുന്നിട്ട് റിലാക്സ് ചെയ്തിട്ട് നമുക്ക് ഷോപ്സിലൊക്കെ പോയി വെറുതെ കറങ്ങി വരാം. ടൈം പോക്കണ്ട. ഈ ഡിലേ ആയത് കുറച്ച് പണിയാണ്. കാരണം 2:15 പൊളിച്ചക്ക്. ഞാൻ ആദ്യമായിട്ട് അങ്ങനത്തെ ഒരു ഫ്ലൈറ്റ് എന്താവെന്ന് ഓർമ്മയില്ല. ബട്ട് ലെറ്റ്സ് സീ. കുറച്ച് സാഡാണ്. കോഴ്സ് സാഡായിരിക്കുമല്ലോ, ബട്ട് ഓക്കെ ആവും. നാട്ടിലെത്തിയില്ലെങ്കിലും കാണുമ്പോൾ റെഡിയാവും. അപ്പം നമുക്കൊന്ന് കറങ്ങി വരാം അല്ലേ? അതാണ് എന്താന്ന് വെച്ചാൽ എൻ്റെ ഗേറ്റ് നമ്പർ 25 സോ ആടെ നോക്കുമ്പോൾ ആടെ അങ്ങനെ കയറിയിട്ട് മലയാളീസൊന്നും കാണുന്നില്ല. പിന്നെ ഇങ്ങനെ നടന്നു നോക്കുക എല്ലായിടത്തും. വെറുതെ എനിക്ക് ടൈമുണ്ട്, അപ്പോൾ ഒരു ചേട്ടയ്ക്ക്
കറക്റ്റ് ഗേറ്റിലല്ലേ ഇരിക്കുന്നതെന്ന് എനിക്കൊരു ഡൗട്ട്. ഞാൻ ബോർഡിന്റെ മുന്നിൽ തന്നെയാണ് ഇരിക്കുന്നത്. ബട്ട് സ്റ്റിൽ കൺഫ്യൂഷൻ. ഞാൻ വിചാരിച്ചു കാണാത്ത ഭാഗത്തൊന്ന് എക്സ്പ്ലോർ ചെയ്യാം. സാധാരണ എയർപോർട്ടിൽ വന്നാൽ നമ്മളിങ്ങനെ ഡ്യൂട്ടി ഫ്രീ ഷോപ്സിലൊക്കെ കയറി ഇങ്ങനെ പറഞ്ഞാൽ ചെയ്യാം. അതിന് പകരം നമുക്ക് നമ്മൾ കാണാത്ത സ്ഥലങ്ങളിലേക്ക് ഒന്ന് എക്സ്പ്ലോർ ചെയ്ത് പോവാം. ഞാൻ കുറച്ച് അങ്ങോട്ട് പോയപ്പം ഒരു ഫിക്സ് എന്ന് പറഞ്ഞ അവിടെ കണ്ടില്ല, അങ്ങനെ ഒരു ഇത് കണ്ടു. അപ്പോൾ ഫിക്സ് ഇസ് എ ദുബായ് ചോക്ലേറ്റ് ബ്രാൻഡ്, അതിൻ്റെ ഒറിജിനൽ ബ്രാൻഡാണ്. അപ്പോൾ അത് ദുബായ് എയർപോർട്ടിലൊക്കെ ഉണ്ടെന്ന് എനിക്കറിയാം. ബട്ട് ഞാൻ വിചാരിച്ചത് അത് അവിടെ ഉണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ അങ്ങനെ പോയി. പക്ഷേ അതൊരു കഫേ കോർണർ പോലെ, ഒരു കോഫി ടീ ഷോപ്പ് പോലെയായിരുന്നു. അപ്പം ഞാൻ അവിടെ നിന്ന് തിരിച്ചിങ്ങനെ നടന്നു പോന്നു. അവിടെ ഒരു സ്മോക്കിംഗ് ഏരിയ ഉണ്ട്, ഭയങ്കര സ്മെല്ലായിരുന്നു. അപ്പോൾ ഞാൻ അധികം അവിടെ നിന്നില്ല, ഞാൻ വേഗം പോന്നു. വരുന്ന വഴിക്ക് ഈ പ്രെയർ റൂമൊക്കെ കണ്ടു, നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ, ഭയങ്കര സൈലൻസും നല്ല സുഖമുണ്ടായിരുന്നു. അപ്പം ഞാൻ കുറേ നേരം അവിടെ ഇപ്പോൾ ഇങ്ങനെ കുറച്ച് പേര് വന്നു. എനിക്ക് തോന്നി ഞാൻ നേരത്തെ പോയി ഇരുന്നിട്ടായിരിക്കും അവിടെ അങ്ങനെ ആൾക്കാരെ കാണാത്ത. അപ്പം കുറച്ച് ആൾക്കാർ വരുന്നുണ്ട്. ലെറ്റ്സ് സീ, നമുക്ക് എക്സ്പ്ലോറിങ് തുടങ്ങാം. അല്ലെങ്കിൽ എനിക്ക് ബോറടിക്കും, വിഷമം വരും, മൂടോട്ടോ. ഒന്നാമത് ഒരുമാതിരി ഒക്കെ ചില സമയമാണ്, ബട്ട് ഉറങ്ങാനും പറ്റില്ല. മോസ്റ്റ് ഫേവറേറ്റ് തിങ് എന്താണ്, ഇതുപോലത്തെ ചോക്ലേറ്റ് വേൾഡിൻ്റെ ഉള്ളിൽ വന്നിട്ട് വെറുതെ ഒന്നും വാങ്ങിയില്ലെങ്കിലും വാങ്ങുന്ന പോലെ എല്ലാത്തിനും പൈസ നോക്കുക, വാങ്ങുന്ന പോലെ അഭിനയിക്കുക, കണ്ടാസ്വദിക്കുക. ഷോപ്സ് ഇങ്ങനെ ചുറ്റും പണിയാണ് ഈ ചോക്ലേറ്റ് കണ്ടത്. ഇതെനിക്ക് എൻ്റെ ബ്രദർ കാനഡയിൽ നിന്ന് വരുമ്പോൾ കൊണ്ടുവന്നിരുന്നു. അപ്പം അതെനിക്കൊരു നൊസ്റ്റ് പിടിച്ചപ്പോൾ ഞാനത് ഷൂട്ട് ചെയ്തു. പിന്നെ എനിക്ക് ചോക്ലേറ്റിൻ്റെ സെക്ഷനും ഇഷ്ടമുള്ളത്. അതുപോലെ എൻ്റെ ഹസ്ബൻഡ് ഭയങ്കര ഇഷ്ടമുള്ളൊരു സാധനമാണ് പെർഫ്യൂംസ്. അപ്പം നമ്മളിങ്ങനെ എയർപോർട്ട്സിലൊക്കെ പോകുമ്പം ഞാൻ ചോക്ലേറ്റ് സെക്ഷനിലേക്ക് പോകുമ്പം ഒരു ഇതിലേക്കാണ് പോവുക, എന്നിട്ടെല്ലാം ഇങ്ങനെ ട്രൈ ചെയ്യും. ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാനിത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഒരു വിഷമം വന്നു, കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എന്നൊക്കെ വിചാരിച്ചു. നല്ല രസമാണ്. അവിടെയൊക്കെ ഫുള്ള് നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ. ഒരുപാട് റീഅറേഞ്ച്മെൻറ്റ്സ് ചെയ്തിട്ടുണ്ട് ഞാൻ മുന്നേ കണ്ടതിനെക്കാട്ടിലും. പിന്നെ ഒരുപാട് എന്താ പറയുക, ആൻറ്റീക് കളക്ഷൻസൊക്കെ പോലെ എനിക്ക് തോന്നി. എന്തൊക്കെയോ സാധനങ്ങൾ പുതിയത് അവിടെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ കുറേ നേരം ഇരുന്ന് കണ്ട്. അന്നപ്പോഴേക്കും എനിക്ക് കുറച്ച് വിശന്നു. അപ്പം ഞാൻ ഈ ഒരു ഡേറ്റ് മാമൂൽ കുക്കി, അങ്ങനെയാന്ന് തോന്നുന്നത് പറയാം, അതെടുത്ത് കഴിച്ചു. അപ്പോൾ ഇറ്റ് വാസ് എ സോഫ്റ്റ് കുക്കി, നല്ല ഡേറ്റ് ഫീലിംഗ്, ഓവർ മധുരമൊന്നും ഇല്ലാത്ത നല്ലൊരു ടേസ്റ്റുള്ള സാധനമായിരുന്നു. പിന്നെ ബാത്റൂമിലൊക്കെ പോയി ഫ്രഷായി വന്ന് ആ ബോർഡ് കണ്ടില്ലേ, ആ ബോർഡിൽ നോക്കിയിട്ടാണ് ഞാൻ ഇരുന്നത്, ഗേറ്റ് നമ്പർ 25. നോക്കുമ്പോൾ അവിടെ ആരുമില്ല. പിന്നെ ഞാൻ ഒരാളോട് ചോദിച്ചു പറഞ്ഞിട്ട് ലാസ്റ്റ് ഏറ്റവും എന്താ പറയുക കോർണറിലാണ് എന്തോന്ന് പറഞ്ഞു പോയി നോക്കട്ടെ. ഇവിടെ ഒന്നാമത് ഒരുപാട് എല്ലാം കണ്ടില്ലേ, അവിടെ ഇവിടെയായിട്ട് ഇങ്ങനെ പണി നടക്കുന്നുണ്ട്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഇരുന്നൊരു പ്ലേസിലല്ല ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ഞാൻ കുറേ തപ്പി നടക്കും, ഇനിയും തപ്പട്ടെ, ടൈമുണ്ട്, അതുകൊണ്ട് കുഴപ്പമില്ല, വിൽ മാനേജ്. ഞാൻ ഫൈനലി അങ്ങനെ എൻ്റെ ഗേറ്റിൻ്റെ അടുത്തത്. ഇത് 27 ആണ്, എൻ്റെ ഇതിൽ പറഞ്ഞത് 25 എന്നാണ്. ബട്ട് ഡിലേ ആയതുകൊണ്ടാവാം ഗേറ്റ്സ് മാറിയത്. അവർ അനൗൺസ് ചെയ്തിട്ടുണ്ടാവും, ബട്ട് ഞാൻ കേട്ടില്ല, കാരണം എന്തൊക്കെയോ അനൗൺസ്മെൻറ്റ് അവിടെ നടക്കുന്നുണ്ട്. അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് ഫ്ലൈറ്റിൽ കയറിയപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നത് ഹായ് നല്ല സന്തോഷമുള്ള കുട്ടിയാണല്ലോ, ഒരിക്കലുമില്ല. അപ്പുറത്തും ഇപ്പുറത്തും ആണുങ്ങളായിരുന്നു. പോരാത്തതിന് എനിക്ക് ഭയങ്കര കൺജസ്റ്റഡായി ഫീൽ ചെയ്ത്. ഞാൻ എപ്പോൾ ട്രാവൽ ചെയ്യുമ്പോൾ ഇങ്ങനെ ആയിരിക്കും, ഒന്നില്ലെങ്കിൽ രണ്ട് മദേഴ്സിൻ്റെ ഇടയിൽ നടുക്കിരിക്കും. അപ്പോൾ അപ്പുറത്തും ഇപ്പുറത്തും കുട്ടികളുണ്ടാകും, കരച്ചിലും ബഹളം, അല്ലെങ്കിൽ ഇങ്ങനെ ജെൻസിൻ്റെ ഇടയിലാണ് കിട്ടുക. ഫ്ലൈറ്റ് തന്നെ ഫുള്ളായിരുന്നു, ഒട്ടും ഇതില്ലായിരുന്നു. അപ്പോൾ എനിക്ക് ചേഞ്ച് ചെയ്യാനും സീറ്റൊന്നും മാറാനൊന്നും പറ്റിയില്ല. പിന്നെ ഫ്ലൈറ്റിൽ കയറി ഒരു അരമണിക്കൂർ ഒന്ന് ഉറങ്ങിയപ്പോഴേക്കും നേരം വെളുത്തു. ഞാൻ വിചാരിച്ചു ലാൻഡ് ചെയ്യാനായിരുന്നു, പക്ഷേ നേരം വെളുത്തിട്ടുള്ളൂ, ലാൻഡ് ചെയ്യാനൊന്നും ആയിട്ടില്ലായിരുന്നു. വിശന്നപ്പം ഒരു സ്ട്രോബെറി ഒക്കെ എടുത്ത് കഴിച്ചു കുറച്ച് നേരം. എങ്ങനെയോ അങ്ങ് ടൈം പോക്കി, അങ്ങനെ പതുക്കെ ലാൻഡ് ചെയ്തു. പുറത്തേക്കൊക്കെ വേഗം ഇറങ്ങാൻ പറ്റി. എനിക്ക് എൻ്റെ ഒരു ലഗേജ് മാത്രമല്ലേ എടുക്കാണ്ടിരുന്നായിരുന്നുള്ളൂ. പക്ഷേ എമിഗ്രേഷൻ്റെ അവിടെ ഭയങ്കര തിരക്കായി. ഞാൻ എടുക്കുന്ന ടോയ്ലറ്റിൽ പോയപ്പോഴേക്കും അവിടെ കുറേ നേരം നിന്നു. പക്ഷേ ലഗേജൊക്കെ വേഗം കിട്ടി കേട്ടോ. ലഗേജ് ഒന്ന് മാത്രമേ എടുക്കാണ്ടുള്ളതുകൊണ്ട് അത് വേഗം കിട്ടി. ഞാൻ പുറത്തേക്ക് ഇറങ്ങി, ഞാൻ എൻ്റെ ഫാമിലീനെ മീറ്റ് ചെയ്തു. ഫാമിലീൻ്റെ ആ ക്ലിപ്സൊന്നും അധികം ഞാൻ കാണിക്കുന്നില്ല. സത്യം പറഞ്ഞാൽ അവരെ കണ്ടതിന് ശേഷമാണ് മൈൻഡൊന്ന് റിലാക്സ്ഡ് ആയത്, കുറച്ച് ആക്റ്റീവ് ആയതൊക്കെ. പിന്നെ ഞാൻ അവിടുന്ന് വേഗം ഇറങ്ങിയിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ഇപ്പോഴും എനിക്ക് എൻ്റെ
എൻ്റെ ഒരു എനർജി ലെവലിലേക്ക് വന്നിട്ടില്ല. വോയിസ് ഒക്കെ ഭയങ്കര ലോ ആയിട്ടായിരിക്കുന്നത്. ബട്ട് സ്റ്റിൽ ഐ എം റെക്കോർഡിങ് ദിസ്, കാരണം എനിക്കത് വേഗം പോസ്റ്റ് ചെയ്യണം. അങ്ങനെ പോകുന്ന വഴിക്ക് ഒരു കുട്ടി ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് വീട്ടിലെത്തി. ചെറിയൊരു ഉറക്കം എണീറ്റപ്പോഴേക്കും നല്ല മഞ്ഞച്ചോറും ഇറച്ചിക്കറിയും പപ്പടും തൈരും ചമ്മന്തിയൊക്കെ കൂട്ടി നല്ലൊരു ഫുഡ് അടിച്ചു. അപ്പോൾ ഈ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. I hope you like my vlog. Do subscribe, comment, like, share. See you in my next vlog. Bye.